വേനൽ ചൂടില് ദാഹവും ക്ഷീണവും ഒക്കെ അകറ്റിയിട്ട് നല്ല ഉഷാറാവാനായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി മാങ്ങ കൊണ്ടുള്ള സംഭാരം എങ്ങനെ ഉണ്ടാക്കും നോക്കാം. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ ഒരു 6 മുതൽ 8 വരെ മാങ്ങ, പച്ചമാങ്ങ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം പുളിയുള്ള മാങ്ങ വേണം എടുക്കാനായിട്ട്. ഇനി അതിലേക്ക് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി, എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളക് നമ്മുടെ ഓരോരുത്തരുടെയും എരിവിനൊക്കെ അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു കൈപ്പിടി അളവിൽ പുതിനയില, അതുപോലെ 2 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിനുള്ള ഉപ്പ്, അതേപോലെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇത്ര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടൊന്ന് കൊണ്ടുവരാം. ഇപ്പൊ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ഒക്കെ നോക്കാം. പുളി, എരിവ്, ഉപ്പ് ഇതെല്ലാം അനുസരിച്ച് നമുക്ക് 1 കപ്പ് അല്ലെങ്കിൽ അതിൽ കൂടുതലോ കുറവോ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. വീണ്ടും ടേസ്റ്റ് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മിക്സ് നന്നായിട്ട് അരിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അത് ഗാർണിഷ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ കുറച്ച് പുതിനയില നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റിഫ്രഷിംഗ് ആയിട്ടുള്ള ഈ മാങ്ങ കൊണ്ടുള്ള സംഭാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്യണേ. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ.